ഗുഡ് മോർണിംഗ് ഗൈസ്. ആകെ ബോറടിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ എൻ്റെ ഹെയർ ഒന്ന് കെയർ ചെയ്തേക്കാം. ആകെ മൊത്തം നാശമായിട്ടിരിക്കുകയാണ്, ഫ്രിസ്സായിട്ടിരിക്കുകയാണ്. 4 ദിവസമായി തലമുടി കഴുകിയിട്ട്. അപ്പം എന്നാൽ വിചാരിച്ചു എന്നാൽ തലമുടി ഒന്ന് വൃത്തിയാക്കിയാലോ. അതിനായിട്ട് ഉള്ള പരിപാടിയിലാണ് ഗൈസ് ഞാനിപ്പോൾ. അപ്പം ഞാൻ ആദ്യം ചെയ്യുന്നത് കോമ്പിയിലാണ്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ കോമ്പ് ഇതാണ്. ലൈക്ക് ഈ ഒരു ടൈപ്പേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. അതേപോലെ തന്നെ ഞാൻ എൻ്റെ ഹെയറിൽ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ആൽമണ്ട് ഓയിലും പ്ലസ് കാസ്റ്റർ ഓയിൽ പ്ലസ് റോസ്മേരി. അപ്പോൾ ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നതിന് ബിഫോർ ഒന്ന് ഷെയ്ക്ക് ചെയ്യും. അപ്പോൾ അത് നന്നായിട്ട് മിക്സപ്പ് ആകും. എന്നിട്ട് കയ്യിലോട്ട് ഇച്ചിരി ഓയിൽ എടുത്തിട്ട് തലയിൽ നന്നായിട്ട് പുരട്ടും. അതാണ് ഞാൻ സ്ഥിരം ചെയ്യാറ്. ലൈക്ക് തലയിൽ നന്നായിട്ട് പുരട്ടും. അതായത് കോമ്പ് ചെയ്യുന്നതിന് ബിഫോറാണ് ഞാൻ ഈ ഓയിൽ അത്യാവശ്യം തലയിലാക്കണത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ചെട കളയാൻ പറ്റും. അല്ലെങ്കിൽ നല്ല പെയിൻഫുൾ ആയിരിക്കും. ഓൾറെഡി കേളി ഹെയർ ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ ചെട കളയുന്നത് ഭയങ്കര ടാസ്ക്കാണ്. എനിക്ക് ഭയങ്കര ടാസ്ക്കാണ്. ഓൾറെഡി എനിക്കാണെങ്കിൽ നല്ല ഹെയർ ലോസും ഉണ്ട്. അപ്പം എൻ്റെ ഹെയറിനൊരു ഡാമേജ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം മാക്സിമം ഞാൻ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ കോമ്പ് ചെയ്യത്തുള്ളൂ. അപ്പം നിങ്ങൾക്കും അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അതിനുശേഷം ഞാനിങ്ങനെ തലമുടി രണ്ടായിട്ട് പകുത്തെടുത്തിട്ട് പിന്നെ 2 സൈഡായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കും. എന്നിട്ട് ഫസ്റ്റ് ഏതെങ്കിലും ഒരു സൈഡ് മൊത്തത്തിൽ ചെട കളയും, ഓയിലൊക്കെ പുരട്ടിയിട്ട്. എന്നിട്ട് അടുത്ത സൈഡ്. അപ്പം ഞാൻ ഒരു സൈഡ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കെട്ടി വെക്കും. കാരണം മറ്റേ സൈഡാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ആദ്യം ചെട കളയാൻ പോകുന്നത്. അപ്പോൾ ഇതിങ്ങനെ കെട്ടി വെക്കുവാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ഈസിയാണ്. എന്നിട്ട് ഞാൻ ഈ സൈഡിലെ ഹെയർ ഓയിൽ പുരട്ടിയിട്ട് ചെട കളയും കോമ്പർ ഉപയോഗിച്ച്. അതിനുശേഷം ആണ് അടുത്ത സൈഡ് യൂസ് ചെയ്യുക. ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത ഹെയറും ഇതേ സെയിം കണക്ക് തന്നെ ചെയ്യാം. അപ്പോൾ ചെടയെല്ലാം പോകും. ഇനി നമുക്ക് മുടിയെല്ലാം അഴിച്ചിട്ടിട്ട് അത്യാവശ്യം എണ്ണയെല്ലാം ആയോ ഇല്ലയോ നോക്കാം. ഇത് കണ്ടോ ഗൈസ്, മുടി ആകെ പോയിരിക്കുകയാണ്. എൻ്റെ ബാക്കിൻ്റെ അവസ്ഥ, മുടിയുടെ അവസ്ഥ. ഓക്കെ, then ഇനിയും ഓയിലായിട്ടില്ല എന്ന് തോന്നുവാണെങ്കിൽ അത്യാവശ്യം പിന്നെ ഓയിൽ പറ്റിയിട്ട് മസാജ് ചെയ്തുകൊണ്ടേയിരിക്കുക. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മസാജ് ചെയ്യുക. ഇത് കണ്ടോ എൻ്റെ മുടി കിടക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് മസാജ് ചെയ്യുക. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ടിട്ട് ഓയിൽ പുരട്ടുക. ഇതൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ നമ്മുടെ ബോറടി ഏകദേശം മാറി കിട്ടും. മസാജ് ചെയ്തു ഗൈസ്. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് കെട്ടി വെക്കുകയാണ്. കാരണം കുറച്ച് നേരം ആ എണ്ണയൊക്കെ ഒന്ന് തലയിലൊന്ന് പിടിക്കട്ടെ. ആ ഓയിലൊന്ന് അത്യാവശ്യം നല്ല രീതിയിൽ തലയിൽ പിടിക്കട്ടെ. അപ്പോൾ എനിക്ക് കുറച്ച് വേറെ പണികളുണ്ട്. അപ്പോൾ ആ പണികൾ ഈ സമയത്ത് ചെയ്യുവാണെങ്കിൽ ആ സമയത്ത് ഓയിലും തലയ്ക്ക് പിടിക്കും. അപ്പം എൻ്റെ പണിയും നടക്കും. എങ്ങനെയുണ്ട്? അപ്പം ഞാനിപ്പോൾ ഇതൊക്കെ ചെയ്യണത് ടെറസിൻ്റെ മുകളിൽ നിന്നാട്ടോ. അതാണ് ഇത്ര ഗ്രീനിഷ്. എൻ്റെ മുടി ഊരിക്കുന്നുണ്ടോ ഗൈസ്? അത്യാവശ്യം നല്ല രീതിയിൽ ഊറുണ്ട്. എന്തെങ്കിലും ടിപ്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ, ഈ ഹെയർ ലോസിന് പറ്റിയിട്ടുള്ള. അപ്പോൾ ഞാനിപ്പോൾ ടെറസിൻ്റെ മണ്ടയിലാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പുറകിൽ വാഴകളുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ടെറസിൻ്റെ മണ്ടയിലുള്ളൊരു വ്യൂ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോണത് ആകെ അലങ്കോലേക്ക് കിടക്കുകയാണ് എൻ്റെ മുറി. അപ്പം രാവിലെ എഴുന്നേറ്റ് ഞാൻ ക്ലീനൊന്നും ചെയ്തില്ല. അപ്പോൾ ഇത് കണ്ടോ, എൻ്റെ സ്യൂട്ട് കേസ്, ബെഡ്, അവിടെ ഇവിടെ കുറേ സാധനങ്ങൾ, ബാഗ്, ഇതെന്നൊക്കെ പറഞ്ഞ് കുറേ സാധനങ്ങൾ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കിയാലോ. ഹോളൊക്കെ കണ്ടോ, അപ്പോൾ വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. ചാച്ചനെ കൊണ്ടാട്ടോ വീഡിയോ എടുപ്പിക്കണേ, എന്നാലല്ലേ നിങ്ങൾക്ക് കാണത്തുള്ളൂ. അപ്പം ഞാൻ ആദ്യം ബെഡ്ഷീറ്റൊക്കെ മടക്കി. ഇന്ന് ബെഡ്ഷീറ്റ് മാറ്റാൻ പോവാണ്. പുതപ്പ് സെയിം തന്നെ യൂസ് ചെയ്യാനാണ്. കാരണം അധികം ഞാൻ പുതപ്പ് യൂസ് ചെയ്യുന്നില്ല. ചൂടായതുകൊണ്ട് പുതപ്പ് അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. തലേണക്കവറൊക്കെ മാറ്റാൻ പോവാണ്. തലേണക്കവറൊക്കെ മാറ്റി ഈ ബെഡ്ഷീറ്റെല്ലാം അലക്കാനിടാനാണ് എൻ്റെ പ്ലാൻ.
ഞാനിന്നിവിടെ ആക്ച്വലി ഒരു വൈറ്റ് കളർ ബെഡ്ഷീറ്റാണ് യൂസ് ചെയ്യുന്നത്. ആക്ച്വലി ഇത് വൈറ്റ് അല്ല, ഒരു ഓഫ് വൈറ്റ് ആണ് ബെഡ്ഷീറ്റ്. അപ്പോൾ ഇത് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്കിഷ്ടമാണ് ഓഫ് വൈറ്റ് അല്ലെങ്കിൽ വൈറ്റ് കളർ ആയിട്ടുള്ള ബെഡ്ഷീറ്റുകളൊക്കെ. പക്ഷെ കുറച്ച് റിസ്ക്കാണ്, നമ്മൾ വേനയായിട്ട് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ചെളിയൊക്കെ പറ്റി കഴിഞ്ഞാൽ ആകെ പണിയാണ് ഇളക്കാൻ. അമ്മയ്ക്ക് പണി. ഗൈസ്, എനിക്ക് വയ്യാണ്ടായി, ദാഹിച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ കുപ്പി. ഇത് 2 ലിറ്ററിൻ്റെ കുപ്പിയാണ്. എൻ്റെ ഫ്രണ്ട് എനിക്ക് തന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കുപ്പി. അപ്പം ഞാൻ കുറച്ച് വെള്ളം കുടിച്ചു. അപ്പോൾ കുറച്ച് ഉഷാറായി. അങ്ങനെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു ഗൈസ്. എങ്ങനെയുണ്ട്? എല്ലാം ഒന്ന് ഒതുക്കി പെറുക്കി, ജനലൊക്കെ തുറന്നിട്ടു. അത്യാവശ്യം വെള്ളം വെട്ടം കയറുന്നുണ്ട്, വെള്ളം കയറുന്നുണ്ടെന്നേ. അലക്കാനുള്ള തുണിയെല്ലാം ഇട്ടു. ഇനി നമുക്ക് ഹോളൊന്ന് ക്ലീൻ ചെയ്യാം അല്ലേ? അപ്പം ഞാനെല്ലാം ക്ലീൻ ചെയ്തതാണ്. ഫൈനൽ ലുക്ക്. ഹോളൊക്കെ ക്ലീൻ ചെയ്തു. അതുപോലെ തന്നെ റൂം നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ടായി. ഹോളിൽ എല്ലാം സെറ്റാക്കി. സ്റ്റെയറിൽ പൊടിയുണ്ടെന്ന് അതൊക്കെ ക്ലീൻ ചെയ്തു. അപ്പം എല്ലാം കഴിഞ്ഞ് ഞാൻ എൻ്റെ തലമുടിയും കഴുകി. കുളിച്ചിട്ടില്ല, തല ജസ്റ്റ് കഴുകിയതേ ഉള്ളൂ. അപ്പോൾ സീ ഓൺ ദി നെക്സ്റ്റ് വീഡിയോ. ബോഡി മാറ്റ.